ഇന്ത്യക്കാരെയും മറ്റു പല മർത്തോമായാക്കോ മറ്റു പല സമുദായങ്ങളെയും അതായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് പ്രൊട്ടസ്റ്റന്റ് സമുദായത്തിൽപ്പെട്ട മറ്റു പല ആൾക്കാരെയും അടച്ചാക്ഷേപിക്കുന്ന തരത്തിൽ ഒരുപാട് പ്രചരണം ഇപ്പോൾ നടക്കുന്നുണ്ട് ലോകം മുഴുവൻ. ഈ റോമൻ സാമ്രാജ്യം, റോമൻ നാണയം തപ്പി നോക്കുന്ന പഴയ കാലത്തെ വല്ല വിട്ടി ആർക്കൈവ്സുകളുണ്ടോ എന്തോന്ന് ചെയ്യില്ല, മനസ്സിലാക്കാണെന്ന് വിചാരിക്കുന്നു. അത്ര വിട്ടിയാണ് ഈ റോമിൽ ആരെയും റോമിൽ തന്നെ എനിക്ക് മനസ്സിലായില്ല. ഏത് കാലത്തെ ഒന്ന് ഇന്ത്യക്കാരി ആരും ഒന്നുമില്ല, രണ്ട് ഏഷ്യക്ക് ആരും ഒന്നുമില്ല, രാജ്യങ്ങൾക്കൊന്നുമില്ല. ഏതോ യൂറോപ്പിലെ ഏതോ ഒരു രാജ്യം, അമേരിക്ക തീരെ ബന്ധമില്ലാത്തത്, അത് വേറൊരു കോണ്ടിന്, വേറൊരു ജോഗ്രഫിയുടെ വേറെ ഭാഗത്താണ്. എന്തിനവരെ അമേരിക്കയുടെ 40% എക്കണോമി ഈ ഇറ്റലിയിലുള്ളൂ. അതന്നെ ഈ അടുത്ത ഇറ്റലി റീഗ്രൂപ്പ് ചെയ്ത് ഇറ്റലി ആയത് കുറച്ച് നാളായി, പക്ഷെ അവർ രാജ്യം ഉണ്ടായിരുന്നില്ല. അത് വെറുതെ ഈ കത്തോലിക്ക സഭയുടെ പിണിയാളായി നടന്നിട്ടോ അവർ പറഞ്ഞു ചെയ്തിട്ടോ ഇന്ത്യക്കകത്തോ ഒരു കാര്യമില്ല. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കത്തോലിക്ക സഭ മുതലാക്കിയെന്നല്ലാണ്ട്, അതായത് ലാറ്റിൻ ഭാഷ മുതലാക്കിയെന്നല്ലാണ്ട് അത് വേർതിരിച്ച് അത് തിരിച്ച് ബ്രിട്ടീഷ് വിദ്യാഭ്യാസ രീതിയിലോ അമേരിക്കൻ വിദ്യാഭ്യാസ രീതിയിലോ, അത് മാത്രമല്ല ഇന്ത്യൻ വിദ്യാഭ്യാസ രീതിയിൽ തന്നെ അയക്കാമെന്നായിരുന്നു. കാരണം എന്തിന് ഇംഗ്ലീഷ് കത്തോലിക്ക സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന ചോദിച്ചാൽ ബുദ്ധിമുട്ടാവും. ഗവൺമെൻറ് മറ്റ് ഹിന്ദു ഓൾ ഓവർ ഇന്ത്യ രാജ്യങ്ങളും അത് മൊണോപ്പൊളൈസ് ചെയ്യുക. ഇന്ത്യയിൽ BPO കൂടുതലും സംസാരിക്കാൻ പറ്റും. കാരണം BJP ഇംഗ്ലീഷ് സംസാരിക്കാതെ വളരെ ചുരുക്കമാണ് എന്നാണ് എനിക്ക് പലപ്പോഴും ഇവിടെ TV-യിലൊക്കെ കേട്ടിട്ടുള്ളത് തോന്നാറുള്ളത്. എനിക്ക് ഒരു വലിയ തെറ്റായി തോന്നിയിട്ടില്ല. ഇംഗ്ലീഷോടെ ജീവിക്കാൻ പറ്റുമെന്ന് വരുന്ന കാലത്ത് എല്ലാ ബിസിനസ്സും ഇംഗ്ലീഷാണ്. എല്ലാ പർച്ചേസും എല്ലാ ആൾക്കാരും അല്ലെങ്കിൽ ഇൻ്റർപ്രട്ടർക്ക് വേറെ കാശ് കൊണ്ടുവരും. ബോഡിക്ക് പോലും വരെ ഇംഗ്ലീഷ് പറയാറില്ല. കാരണം അത് 2-3 തവണ എടുത്തു വയ്ക്കേണ്ട കീഴടന്ന് പറ്റുള്ളതും. ഇനി അത് തന്നെ അനക്ഡോട്ട എന്ന് പറയുന്ന പോലെ. കാരണം വിദ്യാഭ്യാസ രീതി കത്തോലിക്ക മുതലാക്കുന്നതിന് പകരം മറ്റു പല പ്രൊട്ടസ്റ്റന്റ് സഭകൾ ഇംഗ്ലീഷ് ഭാഷയെ ഉപയോഗിച്ച് കത്തോലിക്കരുടെ സ്കൂളിൽ നിന്ന് ചില മൊണോപ്പൊളി ഉണ്ടല്ലോ, അതിന് മാറ്റുന്നത് നല്ലതായിരിക്കും. ഒരു ആഹ്വാനമാണോ ഒന്നും അറിയില്ല. ഞാനൊരു അഭിപ്രായം പറയുന്നു. കമൻറ്റ് തീരെ ശീലമില്ലെങ്കിൽ വൃത്തിയുമില്ല. ഫേസ്ബുക്കിലും മറ്റുമില്ല, അത് മാത്രമേ ഉള്ളൂ. അത്രേ ഉണ്ടാവുള്ളൂ ലോകത്ത്. എല്ലാവരും കുറിച്ച് കമൻറ്റ് ഉണ്ട്. അത് അവിടെ വെച്ച് ഞാൻ അതിനെക്കുറിച്ച് നിർത്തി. അവിടെ പ്രൊട്ടസ്റ്റന്റ് സമുദായത്തെ മനഃപൂർവ്വം ഒരുപാട് ചെയ്യുന്നുണ്ട്. വ്യാജ കേസുകൾ ഉണ്ടാക്കുക, പല പ്രൊട്ടസ്റ്റന്റ് സമുദായത്തിലെ ആൾക്കാരെ ഡ്രഗ് കൊടുത്തയക്കുക, കഞ്ചാവ് അതുപോലുള്ള ലഹരി മരുന്ന് കൊടുത്തയക്കുക, ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ എനിക്കും ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഞാനൊരു പെന്തിക്കോസ്ത് പാസ്റ്റർ പോലാണ്. അരൂർ സ്വദേശി, വാളമരനാട്ടോണം ആണ് ഞങ്ങളുടെയൊക്കെ ജന്മദേശം, ഞങ്ങളുടെ പാരമ്പര്യവും. അത് മനഃപൂർവ്വം ചെയ്യിച്ചിട്ടുണ്ട്. പലപ്പോഴും കത്തോലിക്ക സഭയുടെ ഫ്രഞ്ചുകാർ ഈ ഫൂക്കോ, ബെറിഡ, ബാർത്ത് അല്ലെങ്കിൽ ജ്യോത്താട് ബൗത്രിയാർ, ഷോൺ ലൂക്ക് നാൻസി എന്നീ പറഞ്ഞിട്ടുള്ള അലൻ ബാറ്റ്യൂ, ഇങ്ങനെയുള്ള ആൾക്കാർ മാത്രമല്ല അവരുടെ ഇടയിൽ കാണിക്കുന്ന വൃത്തികെട്ട സൂയിസൈഡ്സ് അല്ലെങ്കിൽ ബത്തായി അതല്ലത്. അങ്ങനെ ഒരു ഇൻ്റലക്ച്വൽ പരിവേഷം പുറത്തുണ്ടാവും ബോഡീഷായിട്ട്. പക്ഷേ അതിൻ്റെ അകത്ത് മുഴുവൻ ഈ കാശിൻ്റെ ഒരു പരാക്രമമാണ് മുഴുവൻ എന്നാണ് ഞാനവിടെ ഒരു 6 കൊല്ലം ജീവിച്ചിരുന്നുണ്ട്. പലപ്പോഴും ഇത് പറയുന്നത് വാളമരനാട് സ്വദേശി അരൂർ ജോർജാണ്. ഗൂഗിളിൻ്റെ പേര് കിട്ടും, ഫ്ലിപ്കാർട്ടിലും ആമസോണിലും എല്ലാ പുസ്തകങ്ങൾ കിട്ടും. പെന്തിക്കോസ്ത് സമുദായത്തിൽ ഇംഗ്ലീഷ് സമുദായത്തിൽപ്പെട്ട ഷോൺ ലൂക്ക് ഗുദാർദിൻ്റെ സിനിമകളെക്കുറിച്ച് കണ്ടമാനം എഴുതി 2 പുസ്തകങ്ങളുണ്ട്. പോളിറ്റിക്സിനെ കുറിച്ച് വേറെ പുസ്തകമുണ്ട്. ഒരു സ്വന്തം കൃതികൾ അതിനകത്തുണ്ട്. വായിക്കോളോ, എല്ലാം ഫ്ലിപ്കാർട്ടിലും ആമസോണിലും കിട്ടും, ഗൂഗിളിൽ കിട്ടും. അവിടെ ചേർത്തി ഇത് ആഹ്വാനമോ ജിഹാദോ ഒന്നിനുള്ളതല്ല. ഒരു വിപ്ലവം സൃഷ്ടിക്കാനുള്ള ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എന്ന് മാത്രം, അതിനു വേണ്ടി മാത്രം പറയുന്ന എല്ലാ സ്കൂപ്പും, എല്ലാ ജേർണലിസവും, എല്ലാ കറപ്ഷനും പോലെ ഇതിന് ചില കാര്യങ്ങൾ ഞാനിങ്ങനെ സൂചിപ്പിക്കുന്നു. ഇത് ജസ്റ്റ് ചെറിയൊരു സൂചന മാത്രം. കാരണം ഫേസ്ബുക്കിലെ ചില ഫീഡുകൾക്ക് മറുപടി ഇത് മാത്രമേ ഉള്ളൂ. മറ്റു വളരെ ശ്രദ്ധ ആവശ്യിക്കാൻ ഇത് പോയിരിക്കും അവിടെ ചെത്തി.